ഗരം മസാലയും ഇഞ്ചിയും ഒന്നും ചേർക്കാതെ മറ്റു മസാലക്കൂട്ടിൽ ചിക്കൻ ഫ്രൈ അടിപൊളിയാക്കാം. പുറത്തുനിന്ന് ലഭിക്കുന്നതിനേക്കാൾ ടേസ്റ്റിയായി ചിക്കൻ ഫ്രൈ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. മസാല എണ്ണയിലൊട്ടും കലരാതെയും ചിക്കൻ പീസസ് എണ്ണ കുടിക്കാതെയും പുറം ഭാഗം നല്ല ക്രിസ്പിയായും അകം ഭാഗം സോഫ്റ്റുമായി ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി മാറ്റി വെക്കുക. ഇനി ചിക്കനിൽ പുരട്ടാനായിട്ട് ഒരു മസാല റെഡിയാക്കുക. ഒരു ബൗളിൽ 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി എല്ലാം കൂടി നന്നായി മിക്സാക്കുക. വിനാഗിരിക്ക് പകരം നാരങ്ങാനീര് എടുത്താലും മതി. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് മസാല എല്ലായിടത്തും പുരട്ടി 1 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വെക്കുക. ഈ പ്രോസസ്സ് തലേദിവസം വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ചിക്കൻ പീസസ് മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇനി 1 മണിക്കൂറിന് ശേഷം വേറൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിൽ 10-12 വെളുത്തുള്ളി അല്ലി ഇടുക. കൂടെ ചെറിയൊരു സബോള അരിഞ്ഞതും കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് നന്നായി അരച്ച് മാറ്റി വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അരച്ച ഉള്ളി മിക്സ് എല്ലാം കൂടി മിക്സാക്കുക. എരിവ് താല്പര്യമുള്ളവർക്ക് ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. ഇങ്ങനെ ലൂസായിട്ട് വേണം മസാല തയ്യാറാക്കാനായിട്ട്. ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർക്കണം. ഈ മിക്സിലേക്ക് ചിക്കൻ പീസസ് എല്ലാം ഇട്ടൊന്ന് നന്നായി പുരട്ടുക. ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി മറ്റൊരു കോട്ടിങ് തയ്യാറാക്കണം. ഇത് എണ്ണ ഇടുന്നതിന് മുമ്പായിട്ട്. അതിനു വേണ്ടി 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, 1 ടീസ്പൂൺ ഒറിഗാനോ, അതുപോലെ ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പ് എല്ലാം കൂടി മിക്സ് ആക്കുക. അതൊരു പരന്ന പാത്രത്തിലെടുക്കുന്നതാണ് നല്ലത്. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സോ ചില്ലി പൗഡറോ ഒക്കെ ഇവിടെ ആഡ് ചെയ്യാം. ഇനി ചിക്കൻ പീസസ് ഓരോന്നായിട്ട് പൊടിയിൽ മുക്കിയിട്ട് നല്ലവണ്ണം കുടഞ്ഞ് ചൂടായ എണ്ണയിലിടുക. ഓയിൽ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ചിക്കൻ ഇതിൽ കിടന്ന് വേകേണ്ടതാണ്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. 2 സൈഡും മുരിഞ്ഞ് കഴിയുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. പുറത്തുനിന്ന് ലഭിക്കുന്നതിനേക്കാൾ മെച്ചമായി നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്ന ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.